ഞങ്ങൾ പാറക്കൽ അബ്ദുള്ളയോടും ഷാഫിയോടും പൈസ വാങ്ങി UDF വോട്ട് മറിക്കാൻ വേണ്ടി നിർബന്ധിതരായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് പിന്നാലെ വടകരയിൽ BJPയിൽ പൊട്ടിത്തെറി. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ അണികൾ തെരുവിൽ. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണന്റെ കോലം കത്തിച്ച് പ്രതിഷേധം. കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്ത് ജില്ലയിൽ ഇതിന്റെ ഭാരവാഹികൾക്ക് ഇന്നും ഇതിന്റെ നേരം വെളുത്തിട്ടില്ല. അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തുന്ന ഒരു ജില്ലാ അധ്യക്ഷനും അദ്ദേഹത്തോടൊപ്പം ചില ഭാരവാഹികളും മാത്രം അവരടിച്ചേൽപ്പിക്കുന്നതാണ് പ്രവർത്തകന്മാർക്ക് നേരെ പ്രവർത്തന രീതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൽ ഞങ്ങൾക്ക് വരാൻ സാധിച്ചത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അവർ പറയും വിമതനാണെന്ന്. ഞങ്ങളുടെ യാഥാർത്ഥ്യത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിപ്പിച്ച് മത്സരിച്ചതാണ്. നിർഭാഗ്യവശാൽ വടകരയിൽ ആ നോമിനേഷൻ തള്ളിപ്പോയി. പക്ഷെ ഞങ്ങളുടെ പ്രതിഷേധം അടങ്ങിയിട്ടില്ല. ഞങ്ങളോട് വന്നിരുന്ന് സംസാരിക്കാൻ ഒരു ഭരണാധികാരിയെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോഴിക്കോട് ജില്ലയിലെ നോർത്ത് ജില്ലയിലെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുടെ നിരുത്തരവാദപരമായ സമീപനത്തിന്റെ പ്രതിധ്വനിയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ശക്തിയോടുകൂടി ഇന്നിവിടെ വന്നത് ചുരുക്കം ചില സഹപ്രവർത്തകരോടൊപ്പമാണ്. ഇനി പല ആളുകളും കോഴിക്കോട് നോർത്ത് ജില്ലയിൽ സ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ നീതിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന വാക്കുകൾ ഒരുപിടി ആളുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ സന്ദേശവും മുന്നോട്ട് പോകുന്നത് അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇല്ലെങ്കിൽ പാർട്ടി ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ പറഞ്ഞ നേതാക്കന്മാർ. ഞങ്ങൾക്ക് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായിട്ടും ഞങ്ങളോട് വിശദീകരണം ചോദിക്കണം. എന്നാൽ ഇന്ന് വരെ വിശദീകരണം ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ വിശദീകരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഘടകവിരുദ്ധമായിട്ടാണെങ്കിൽ മാത്രം ഞങ്ങളുടെ പേരിൽ നടപടിയെടുക്കാം. അതിനും പാർട്ടി ഭരണഘടന പറയുന്നുണ്ട്. വിശദീകരണം ചോദിച്ച് ഒരാഴ്ചക്കോ 10 ദിവസത്തിനോ വിശദീകരണം കൊടുക്കാം. ആ വിശദീകരണം തൃപ്തിയല്ല എങ്കിൽ കോർ കമ്മിറ്റി ഇരുന്ന് ചർച്ച ചെയ്യണം. എന്നിട്ട് അതിനെ വിലയിരുത്തണം. ഉതകുന്ന ജാതി ശിക്ഷ ഓരോരുത്തരും കൊടുക്കാം. എല്ലാവരും കേട്ടതായിരിക്കും. പ്രഫുൽകൃഷ്ണ രാജീവ് ചന്ദ്രശേഖരന്റെ അനുമതിയോടുകൂടി പ്രാഥമിക അംഗത്തിൽ പുറത്താക്കിയിരിക്കുന്നു. എത്ര സമയം പുറത്താക്കി, എങ്ങനെ പുറത്താക്കി എന്ന ഒരു വിശദീകരണമില്ല എന്ന യാഥാർത്ഥ്യം ഈ പത്രമാധ്യമങ്ങളൊക്കെ കാണണം. അതോടൊപ്പം ചേർത്ത് വായിക്കുന്നത് ഞാനിന്ന് സഖാക്കൾ എന്ന ഒരു ചാനലിൽ കൂടെ കണ്ടതാണ്. ഞങ്ങൾ പാറക്കൽ അബ്ദുള്ളയോടും ഷാഫിയോടും പൈസ വാങ്ങി UDF വോട്ട് മറിക്കാൻ വേണ്ടി നിർബന്ധിതരായി. അതിൻ്റെ അടിയിൽ ഞങ്ങളുടെ പ്രഫുൽകൃഷ്ണൻ തന്ന കുറ്റകരമായ പാർട്ടി വിരുദ്ധ നിയമപ്രകാരം ചട്ടലംഘനം കൊണ്ട് ഇവരെ പുറത്താക്കിയിരിക്കുന്നു. അത് നിങ്ങളവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു. ആദ്യം വടകര സഖാക്കളുടെ പേരിലാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്നത് ഞങ്ങളെ ഈ വോട്ട് മറിക്കുന്ന തന്ത്രമെടുത്തു പ്രഫുൽകൃഷ്ണന്റെ ആ നോട്ടീസും കൂടിയുണ്ട്. ഇത് തെറ്റാണ്, ഇത് സത്യത്തിന് നിരക്കാത്തതാണ്. ഞങ്ങൾ ഒരിക്കലും ഈ കുങ്കുമ ഹരിത പതാക വിട്ട് ഈ കാവിൽ കൊടി വിട്ട് ഒരിക്കലും പുറത്തേക്ക് പോവില്ല. ഏകാത്മ മാനവ ദർശനത്തിന് വേണ്ടി ഒടുവിലത്തെ തുള്ളിച്ചോര ഒടുവിലത്തെ പ്രവർത്തകന്റെ ചെറുകളിൽ നിന്ന് വീഴുന്നവരെ പ്രവർത്തിക്കും. ആരും ഈ മുന്തിരി കണ്ട് കുളിക്കണ്ട എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ അധ്യക്ഷന് നേരെ
വളരെയേറെ വികാരോജ്വലമായാണെങ്കിലും വളരെയേറെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ഈ പ്രവൃത്തിയിൽ ഞങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. മറ്റൊരു വഴിയുമില്ലാത്തത്. വടകര നാഥാപുരം മണ്ഡലങ്ങളിൽ നിന്നും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി പത്രിക നൽകിയ 2 പേർ ഉൾപ്പെടെ 9 പേരെ കഴിഞ്ഞ ദിവസം BJP നോർത്ത് ജില്ലാ കമ്മിറ്റി പുറത്താക്കിയിരുന്നു. വടകരയിൽ പത്രിക നൽകിയ ജാംരാജ് കുരിയാടി, നാഥാപുരത്ത് K പത്മകുമാർ എന്നിവരാണ് റിബലായി പത്രിക നൽകിയത്. ഇവർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച BJP നേതാക്കളടക്കം 9 പേരെയാണ് പാർട്ടി പുറത്താക്കിയത്. വടകര റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നും പ്രകടനവുമായി നഗരം ചുറ്റി അടക്കാത്തെരുവ് ജംഗ്ഷനിൽ വെച്ചാണ് കോലം കത്തിച്ചത്. യാതൊരുവിധ നീതിയുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നഷ്ടപ്പെടുത്തിയതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. സാധാരണ ഏതൊരു രാഷ്ട്രീയ സംഘടനയായാലും ഏതൊരു സൊസൈറ്റി ആയാലും മറ്റുള്ള ഏതൊരു കമ്പനികളായാൽ പോലും പുറത്താക്കുന്ന പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ആ ജോലിക്കാർക്ക് ഒരു രേഖാമൂലം നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിയമപരമായിട്ട് നോട്ടീസ് കൊടുക്കുന്നതിൽ തെറ്റില്ല, സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ തെറ്റില്ല, ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു തറവാട് കാരണവരെ പോലെ അല്ലെങ്കിൽ പഴയകാല ജന്മിത്വത്തിൻ്റെ ആ ഒരു നിഴൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് കണ്ടുവെക്കാൻ വേണ്ടി അത്രയും മനസാക്ഷിയുള്ള പ്രവർത്തകർക്ക് അത് സാധിക്കില്ല.